നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യുമ്പോൾ ക്ഷീണം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. വൈറ്റമിൻ ഡി കുറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ കോമൺ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് സെലക്ട് ചെയ്ത് മാത്രം ഭക്ഷണം കഴിക്കുന്നവർക്കും എപ്പോഴും വീട്ടിനകത്തിരിക്കുന്നവർക്കും മുതിർന്നവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പെട്ടെന്ന് വരാം. എല്ലുകളുടെ ബലം കുറഞ്ഞ് നട്ടെല്ലിലെയും കാലിലെയും മുട്ടുകളിലൊക്കെ ജോയിൻസിൽ നല്ല പെയിൻ ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ ഒരു വീഴ്ചയൊക്കെ ഉണ്ടായാൽ എല്ല് പൊട്ടിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവും. പുറത്തും കാലിനും ശരീരത്തിന് എല്ലാ ഭാഗത്തിലുമുള്ള മസിലുകൾക്ക് നല്ല പിടുത്തവും വേദനയൊക്കെ ഉണ്ടാകും. വൈറ്റമിൻ ഡി കുറയുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അങ്ങനെ പെട്ടെന്ന് പനിയും മറ്റു അസുഖങ്ങളും പലതവണ ബാധിക്കാം. വൈറ്റമിൻ ഡി കുറവുള്ളവർ വൈറ്റമിൻ ഡി കിട്ടുന്ന ഭക്ഷണങ്ങൾ: മുട്ടയുടെ മഞ്ഞ, ഫോർട്ടിഫൈഡ് ഓറഞ്ച് ജ്യൂസ്, ഫോർട്ടിഫൈഡ് മിൽക്ക്, കൊഴുപ്പ് നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങൾ, ഇത്തരം ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട ഒരു കാര്യം, പകല് 10 മണിക്കും 3 മണിക്കും ഇടയിൽ ഒരു 10-15 മിനിറ്റ് വെയിൽ കൊള്ളാൻ ശ്രദ്ധിക്കണം. വൈറ്റമിൻ ഡി നന്നായിട്ട് കുറവുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗൂഗിൾ നോക്കി സപ്ലിമെൻ്റ് എടുക്കുന്നത് ഒഴിവാക്കുക.